വീണ്ടും വരുന്നവനായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. യേശു കർത്താവ് വീണ്ടും വരും. യേശു ഒരിക്കൽ കടന്നു വന്നു. യേശു വരുമെന്നും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്നും വിളിച്ചു പറഞ്ഞ വാക്കുകൾ പലരും വിശ്വസിക്കാതെ പോയി. എന്നാൽ യേശു സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ വീണ്ടും വരും. യേശു ഉയർത്തെഴുന്നേറ്റ് പോകുന്ന കാഴ്ച കണ്ടുകൊണ്ട് നിന്ന വലിയൊരു കൂട്ടം ശിഷ്യന്മാർ ഒലിവ്മലയിൽ നോക്കി, ആകാശത്തോട്ട് നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രധാരികളായ 2 പേർ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ആകാശത്തോട്ട് നോക്കി നിൽക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ ഈ പോകുന്നവനായി കണ്ട ഈ യേശുവിനെ വീണ്ടും വരുന്നത് അതുകൂടി കാണേണ്ടവരാണ്. അതായത് ഈ പോയതുപോലെ തന്നെ യേശു കർത്താവ് വീണ്ടും വരും. യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന് ആരെല്ലാം പറഞ്ഞു? ദൈവവചനം പറയുന്നു, യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് പറഞ്ഞു, പ്രവാചകന്മാർ പറയുന്നു, ദൂതന്മാർ പറയുന്നു. ഇതെല്ലാം ചേർന്ന് ദൈവവചനത്തിൽ നമുക്കിതെല്ലാം കാണാം. യേശു കർത്താവ് വീണ്ടും വരും. ഏറ്റവും വലിയ മാനവജാതിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അതാണ്. അതായത് ഈ വർഷം പിറക്കുമ്പോൾ പല ദൈവദാസന്മാരും പ്രവചിച്ചത് തന്നെ ഭൂകമ്പവും ക്ഷാമവും സുനാമികളും ഇതോടുകൂടിയാണ് ഈ വർഷം ആരംഭിച്ചത്. ജപ്പാനിലെ സുനാമിയും ഭൂകമ്പത്തോടുകൂടിയാണ് ഈ വർഷം തുടങ്ങിയത് തന്നെ. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ വർഷങ്ങളെക്കാളെല്ലാം വലിയ പ്രശ്നങ്ങൾ ഈ വർഷങ്ങളുണ്ടാകും. അതിനേക്കാൾ വലിയ പ്രശ്നം അടുത്ത വർഷം ഉണ്ടാകും. എന്നാൽ നാം ഭയപ്പെടാത്തതിൻ്റെ കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണെന്ന് മത്തായിയുടെ സുവിശേഷം 24-ലും മറ്റു പല അധ്യായങ്ങളിലും കിടക്കുന്നു. രാജ്യം രാജ്യത്തോട് എതിർക്കും, ക്ഷാമങ്ങളുണ്ടാകും, ഭൂകമ്പങ്ങളുണ്ടാകും, ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നത് പോലെ തോന്നും, സൂര്യൻ കരിമ്പടം പോലെ കറുത്തുപോകും, ചന്ദ്രൻ രക്തനിറമാകും, ആകാശത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാകും, കടലിൽ വലിയ ഓളങ്ങളുണ്ടാകും. ഇതെല്ലാം കാണുമ്പോൾ ഓർക്കുക, ഞാൻ അടുക്കൽ വാതുക്കലായി. അതിൻ്റെ അർത്ഥം വീണ്ടും വരവ്. എല്ലാ അനർത്ഥങ്ങളും എല്ലാ ദുരന്തങ്ങളും നമ്മളിങ്ങനെ പറയില്ലേ, ഭൂമിയിൽ ഇന്ന് വരെ ഇല്ലാത്ത വിഷയമാണ് ഇപ്പോഴും ഉണ്ടായേക്കുന്നത്. അതെ, യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? ഈ കാണുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം കാണുമ്പോൾ ഒറ്റ കാര്യം യേശു പറഞ്ഞു, ഞാൻ അടുക്കൽ വാതുക്കലായി. ഞാൻ കള്ളനെ പോലെ വരും. ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചോളാം, ഞാൻ ഏത് നിമിഷവും വരും. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിൽ വിളക്കിൽ എണ്ണയുള്ള കന്യകമാരെ പോലെ നാം ഒരുങ്ങിയിരിക്കണം. വിളക്കോടുകൂടെ പാത്രങ്ങളിൽ എണ്ണ എടുത്ത കന്യകമാരെ പോലെ. 10 കന്യകമാരുണ്ടായി. അതിൽ 5 പേരിൽ വിളക്കുണ്ട്, വിളക്ക് തെളിയുന്നുണ്ട്. എന്നാൽ വിളക്കോടുകൂടെ വേറെ എക്സ്ട്രാ എണ്ണ എടുത്ത കന്യകമാരുണ്ട്. അവർക്കറിയാം, ചിലപ്പോൾ സന്ധ്യായാമത്തിലോ അർദ്ധരാത്രി യാമത്തിലോ കോഴി കൂകുന്ന യാമത്തിലോ പ്രഭാതയാമത്തിലോ എപ്പോഴാണ് മണവാളം വരുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഉണർന്നിരിക്കണം. അപ്പോൾ ഈ 12 മണിക്കൂറുകളിലേക്കുള്ളത് ഈ വിളക്കിൽ അതിനുള്ള എണ്ണയില്ല. ഒരു രാത്രിയെ മുഴുവനും തരണം ചെയ്യാനുള്ള എണ്ണ ഇവർ കരുതിയില്ല. ഇവരോർത്തു അത്രയൊന്നുമില്ല, 3 മണിക്കൂറിനുള്ളിൽ ആദ്യത്തെ യാമത്തിൽ വരാം, രണ്ടാമത്തേതിലാകാം. അത്രയൊക്കെ ഏകദേശം ഒരു കണക്ക് കൂട്ടരുത്. എണ്ണ രാത്രിയെ മുഴുവനും നേരിടാനുള്ള എണ്ണ കയ്യിൽ കരുതുക. അപ്പോൾ രാത്രിയിൽ മണവാളൻ വന്നു. ഇതുപോലെ ഏറ്റവും ഇരുട്ടുള്ളപ്പോൾ, ഏറ്റവും അന്ധത കൊണ്ട് മനുഷ്യൻ മൂടിക്കിടക്കുമ്പോൾ, ഏറ്റവും വലിയ ഭീകര സംഭവങ്ങളുടെ രാത്രികളിലാണ് നാം പാർക്കുന്നത്. ഈ സമയത്ത് നാം എണ്ണ വളരെ അധികം കരുതി വെക്കണം. കാരണം വെളിച്ചത്തെ നാം ഉണ്ടാക്കണം. വെളിച്ചം നമ്മുടെ രാത്രികളെ പകലാക്കി മാറ്റും. നമുക്ക് തന്നെ നമ്മളൊരു പകൽ സൃഷ്ടിക്കണം. നമുക്ക് ചുറ്റും ഒരു വെളിച്ചം നാം സൃഷ്ടിക്കണം. അതുകൊണ്ട് എണ്ണ കരുതി വെക്കണം.
പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കണം, നാം എഴുന്നേറ്റ് പ്രകാശിക്കണം. ഇതെല്ലാം ദൈവവചനം പറയുന്നു. അതുകൊണ്ട് നാം എഴുന്നേറ്റ് പ്രകാശിക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെന്നേശുവത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെന്നേശുവത്രേ. ഇത്ര നല്ലവനാ, ഇത്ര നല്ലവനാം പ്രിയനേ, ഇത്രയും രുചിച്ചറിവാൻ, ഇത്ര നല്ലവനാം പ്രിയനേ, ഇത്രയും രുചിച്ചറിവാൻ, ഇടയായതിന ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിന ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇരുൾ മൂടിടും, ഇരുൾ മൂടിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ, ഇരുൾ മൂടിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ, അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയും വേഗം വന്നിടും താൻ. എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയും വേഗം വന്നിടും താൻ. പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരിപ്പു. പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരിപ്പു. എന്റെ സങ്കേതം, എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെന്നേശുവത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ യേശുവത്രേ. യെശയ്യാ പ്രവചനം 53-ന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ എത്തി.
ചില ആഴ്ചകളായി നമ്മളിങ്ങനെ പതുക്കെ ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. 7-ാം വാക്യം ഇങ്ങനെയാണ്: തന്നെത്താൻ താഴ്ത്തി വായി തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെ അവൻ വാ തുറക്കാതിരുന്നു. മൗനമായിരുന്ന കർത്താവ്, ആ കർത്താവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതായത് കർത്താവ് ലോകസ്ഥാപനം മുതലേ മൗനമായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാകത്തില്ലായിരുന്നു. ഭൂമി പാഴുശൂന്യമായിരുന്നു. എന്നാൽ ആ സമയത്ത് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ആ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വചനമാണ് ദൈവത്തോടുകൂടെ ഉണ്ടായിരുന്ന യേശു ക്രിസ്തു. താൻ വാ തുറന്നതുകൊണ്ടാണ് പറവജാതി പറന്നതും മൃഗജാതികൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതും വൃക്ഷങ്ങളും കാണുന്നതെല്ലാം മുളച്ചു വന്നതും. താൻ പറഞ്ഞ വാക്കിൽ എല്ലാം ഉളവായി വന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ദൈവം ആരോട് പറഞ്ഞു? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ സംസാരിച്ചു. അവിടെ അവർ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണും. ദൈവത്തിൻ്റെ കൂട്ടായ്മ, ദൈവത്തിൻ്റെ സംഭാഷണം, ദൈവത്തിൻ്റെ വചനം, ഇവയാണ് സകലത്തെ ഉളവാക്കിയത്. അതുകൊണ്ടാണ് ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് വായിക്കുന്നു. സകലതും തൻ്റെ വായിൽ നിന്ന്, സകലതും തൻ്റെ ശക്തിയുള്ള വചനത്താൽ എന്നും എബ്രായലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിലും പറയുന്നു. സകലതും തൻ്റെ ശക്തിയുള്ള വചനത്താൽ. കാറ്റേ അടങ്ങ്, കടലെ ശാന്തമാകുന്നു പറഞ്ഞ അതേ കർത്താവാണ് താൻ എന്ത് ചെയ്തത്? തന്നെത്താൻ താഴ്ത്തി വാ തുറക്കാതിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. തന്നെത്താൻ താഴ്ത്തി വാ തുറക്കാതിരുന്നു. കടലിൽ വലിയ ഓളമുണ്ടായപ്പോൾ, വലിയ തിരമാലകൾ ഉണ്ടായപ്പോൾ, വലിയ കൊടുങ്കാറ്റുണ്ടായപ്പോൾ, ശിഷ്യന്മാർ ഭയന്ന് അലറിക്കരഞ്ഞപ്പോൾ താൻ തന്നെത്താൻ താഴ്ത്തി വാ തുറക്കാതിരുന്നു എന്നല്ല, താൻ എഴുന്നേറ്റു, വാ തുറന്നു, കാറ്റേ അടങ്ങ്, കടലെ ശാന്തമാക്. വലിയ ശാന്തതയുണ്ടായി. ആ കർത്താവ് ഇതാ ഇപ്പോൾ കോടതിയിൽ മൗനമായി നിൽക്കുന്നു. സംസാരിക്കാൻ അറിയാകുന്നവൻ, സകല കോടതിയുടെയും അധികാരി, ഈ പ്രപഞ്ചത്തെ മുഴുവന് ന്യായം വിധിക്കുവാൻ അധികാരമുള്ളവൻ വാ തുറക്കാതെയിരുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ ജീവിതത്തിൽ നാം വാചാലരാകേണ്ടതിന്. അല്ലെങ്കിൽ യേശു അവിടെ വാ അടച്ചതിൻ്റെ കാരണം, ഈ കോടതികളിൽ യേശു പീലാത്തോസിൻ്റെ മുമ്പിലും ഹേരോദാവിൻ്റെ മുൻപിലും മഹാപുരോഹിതന്മാരുടെ മുൻപിലും മൗനമായി നിന്നതിൻ്റെ കാരണം നമ്മൾ വാചാലരാകാൻ. എവിടെ? അന്ത്യന്യായവിധിയിൽ മരിച്ചവരാപാലവൃദ്ധം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം ചോദ്യത്തിൻ്റെ മുൻപിൽ വാക്കുമുട്ടിയവരെ പോലെ നാം നിൽക്കാതിരിക്കേണ്ടതിന് ദൈവപുത്രൻ നമ്മെ ആ ന്യായവിധിയിൽ നിന്ന് മാറ്റി ആരാധിക്കുന്നവരും ഉറക്കെ സ്തുതിക്കുന്നവരും ആഘോഷിക്കുന്നവരുമാക്കി മാറ്റേണ്ടതിന്, നമ്മെ വാചാലരാക്കേണ്ടതിന് അവൻ വാടച്ചു നിന്നു. താൻ ഉപമ പറയുവാൻ, പുരാതനമേയുള്ള കടങ്കഥകൾ പറയാൻ വാ തുറക്കുമെന്നൊക്കെ എഴുതിയിരിക്കുന്ന പ്രവചനം നിവർത്തിയായി. യേശുവിൻ്റെ പ്രസംഗം 2-3 ദിവസം തുടർന്നതുകൊണ്ട് മരുഭൂമിയിൽ ജനങ്ങൾ ആഹാരം പോലും മറന്ന് തൻ്റെ അടുക്കലിരുന്ന ചരിത്രം നമ്മൾ യോഹന്നാൻ 6 ഒക്കെ വായിക്കുന്നു. അതുപോലെ വാ തുറന്ന് പിതാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പുത്രനായ തന്നെക്കുറിച്ചും
മാനവജാതിയുടെ വീണ്ടെടുപ്പിനെക്കുറിച്ചും പാപത്തിൽ നിന്നുള്ള വിടുതലിനെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവൃത്തീകരണത്തെക്കുറിച്ചുമെല്ലാം യേശു സവിസ്തരം പറയുമ്പോൾ ജനങ്ങളെല്ലാം ശ്വാസം വിടാതെ അത് കേട്ടുകൊണ്ടിരുന്നില്ലേ? താൻ പറഞ്ഞ ഓരോ വാക്കുകളും ജനങ്ങളുടെ വിടുതലായി മാറി. ആ കർത്താവ് നമുക്കറിയാം, പത്രോസിൻ്റെ പടകിലോട്ട് കയറി ആഴത്തിലേക്ക് നീക്കാൻ വലയിറക്കാനായിട്ട് ആവശ്യപ്പെട്ടു. താൻ വാ തുറന്നതുകൊണ്ടാണ് പത്രോസിൻ്റെ വള്ളത്തിൽ ധാരാളം മത്സ്യങ്ങൾ കയറിയത്. അടുത്ത വള്ളത്തിലേക്കും അത് നിറച്ചു കൊടുക്കത്തക്ക രീതിയിൽ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് പത്രോസ് നിലവിളിച്ചു, ഞാൻ പാപിയായ മനുഷ്യന്. എന്നാൽ യേശു വാ തുറന്ന് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. എങ്ങനെ? വാ കൊണ്ട്. പത്രോസ് കൈകൊണ്ടാണ് മീനെ പിടിച്ചിരുന്നത്, എന്നാൽ മനുഷ്യനെ പിടിച്ചതോ വാ കൊണ്ടാണ്. അതേ, വാക്കുകളുടെ ശക്തി. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് തരുന്നു, നസറേനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കാന്ന് പറഞ്ഞപ്പോൾ 40 വർഷമായിട്ട് നടക്കാത്തവൻ്റെ കാലിൻ്റെ ആ ഉപ്പൂറ്റിയ നരിയാണി ഉറച്ച് അവൻ നടന്നും തുള്ളിയും ദൈവത്തെ ആരാധിച്ചത് നമുക്കറിയാം. എന്താണ്? വാ വിശാലമായി തുറക്കാൻ. നിന്റെ വായെ വിസ്താരത്തിൽ തുറക്കുക, ഞാനതിനെ നിറക്കുമെന്നുള്ള വചനത്തിൻ്റെ നിവർത്തിയാണ്. നമ്മെ വാചാലരാക്കുന്നത് ആരാണ്? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ്. മഹാപാപികളായി അത്തിയുടെ പുറകിൽ ഓടി ഒളിച്ച ആദാമിൻ്റെ ഹൗവയുടെ മക്കളായ നമുക്ക് എങ്ങനെ മുന്നിൽ വരാൻ കഴിഞ്ഞു? ക്രൂശിലൂടെ നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ധൈര്യത്തോടെ പിതാവിൻ്റെ മടിയിലേക്ക് ഓടിച്ചെല്ലാൻ കഴിഞ്ഞത് നമ്മെ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപാകെ വാചാലരാക്കിയത് രോമം കത്തിരിക്കുന്നവരുടെ നടുവിൽ മിണ്ടാതിരുന്ന കുഞ്ഞാട്. നമ്മളവിടെ വായിക്കുന്നു, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട്, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആട്. മൗനമായിരിക്കുകയാണ്. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിന് ഒന്നും പറയാനില്ല, ഒരു വാക്കും പറയാനില്ല. ഇതുപോലെ ആയിരുന്നു നാം വിധിക്കപ്പെട്ടവർ. ശലോമോന്റെ ദേവാലയത്തിൽ ഹാബേൽ മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ എത്ര ലക്ഷക്കണക്കിന് കുഞ്ഞാടുകൾ അറുക്കപ്പെട്ടു. ഓരോ മനുഷ്യന്റെ പാപത്തിനു വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടുകൾക്ക് കണക്കില്ല. എന്നാൽ സ്നാപക യോഹന്നാൻ യോർദാനിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അങ്ങനൊരു കുഞ്ഞാട് ഭൂമിയിലില്ലായിരുന്നു. ആ കുഞ്ഞാടിനെ സ്വർഗത്തിൽ നിന്ന് ദൈവം നേരിട്ട് ഒരു കന്യകയിലൂടെ അയച്ചു. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ആടിന്റെ രക്തം കൊണ്ട് തീരുന്നതല്ല, പകരം മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ഒരു മനുഷ്യ രക്തത്തിലൂടെ പരിഹരിക്കപ്പെടാൻ ദൈവത്തിന് പ്രസാദമായി. അതുകൊണ്ട് ദൈവം മനുഷ്യനായി വന്ന് മനുഷ്യരുടെ ചോദ്യങ്ങളുടെ മുൻപിൽ മൗനമായി നിന്നു. ഒടുവിൽ പീലാത്തോസ് ചോദിച്ചു, നീ തന്നെയാണോ രാജാവ്? യേശു വാ തുറന്ന് പറഞ്ഞു, ഞാൻ ആകുന്നു. പീലാത്തോസ് ഭയന്നുപോയി. യേശുവിൻ്റെ ഓരോ വാക്ക് കേൾക്കുമ്പോഴും പീലാത്തോസിൻ്റെ ഉള്ളത്തിൽ ഭയമാണ്. മാത്രമല്ല, പീലാത്തോസിൻ്റെ ഭാര്യ പറഞ്ഞു, ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. കഴിഞ്ഞ രാത്രിയിൽ ഇവൻ നിമിത്തം ഞാൻ ഒത്തിരി സ്വപ്നത്തിൽ കഷ്ടം സഹിച്ചു. ഇവൻ നീതിമാനാണ്, ഇവൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. പീലാത്തോസ് ഭയന്നിരിക്കുകയാണ്. പീലാത്തോസിന് അറിയാം ഇത് സാക്ഷാൽ ദൈവപുത്രനാണ്, പുറത്തു കൊണ്ടുവരണമെന്നുണ്ട്. ബറാബാസിനെ ശിക്ഷിച്ചിട്ട് യേശുവിനെ വെളിയിൽ കൊണ്ടുവരണമെന്നുണ്ട്. എന്നാൽ യേശു ന്യായമൊന്നും പറഞ്ഞില്ല, മൗനമായി അവിടെ നിന്നു. യേശു ഓരോ കോടതിയുടെ മുൻപാകെയും മൗനമായി നിന്നു. കാരണം യേശു ക്രൂശിൽ മരിക്കാതെ മാനവജാതിക്ക് പാപവിമോചനമില്ല. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അതാണ് നമ്മൾ വായിച്ചത്. തന്നെത്താൻ താഴ്ത്തി വാ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു.
കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വാ തുറക്കാതിരുന്നു. വാ തുറക്കാതിരുന്നു. യേശു മനഃപൂർവ്വം വാ തുറന്നില്ല. നമ്മുടെ വീടുകളിലെ പ്രശ്നങ്ങളൊക്കെ ഒരു പകുതിയോളം മാറാൻ, പകുതിയെന്നല്ല മുക്കാലും മാറാൻ ചിലർ വാ തുറക്കാതിരുന്നാൽ മതി. എന്നാൽ സമ്മതിക്കോ? ഇല്ല, ഞാൻ പറയും. ചില ഭാര്യമാർ പറയും, അതൊന്നും നടക്കില്ല, എത്ര തല്ല് കിട്ടിയാലും എന്തെല്ലാം ഉണ്ടായാലും ഞാൻ പറയാനുള്ളത് പറയും. ന്യായം പറയുന്നവരാണ് നമ്മുടെയൊക്കെ. ഒരു വഴിയിലാണെങ്കിൽ പോലും നമുക്ക് ന്യായം പറയാനുണ്ട്. ഒരു സൈഡ് കൊടുത്തില്ലെങ്കിൽ ഉടനെ ന്യായം പറയാൻ ആൾക്കാർ കൂടും. വഴിയിലൊരു ജംഗ്ഷനിൽ എവിടെയെങ്കിലും ഒരു വണ്ടിയെ വേറൊരു വണ്ടി മുട്ടിയാൽ ന്യായം പറയുന്നവർ കുറച്ച്. ഒരു പണിയില്ല, അവർക്ക് അവരുടെ വഴിയെ പോയാൽ മതി. ഇല്ല, ന്യായം പറയാൻ നിൽക്കുകയാണ്. തൻ്റെ കുഴപ്പമാണോ? എന്നാൽ യേശുവിന് തൻ്റെ ന്യായം പറയുവാൻ അവസരങ്ങളുണ്ടായി. താൻ തൻ്റെ ന്യായം പറഞ്ഞിരുന്നെങ്കിൽ ആർക്കും തന്നെ ക്രൂശിക്കാൻ കഴിയില്ല. അതായത് ആ പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ വന്നപ്പോൾ കല്ലുമായി നിന്നവർ ഒറ്റ വാക്കിൽ തിരിച്ചുപോയി. പാപമില്ലാത്തവർ ഒന്നാമത് കല്ലെറിയട്ടെ. അങ്ങനെയുള്ള വാക്കുകളൊക്കെ സ്വന്തമായിട്ടുള്ളവനാണെന്ന് ഓർക്കണം. യേശുവിനോടുള്ള ഒറ്റ ചോദ്യത്തിൽ യേശു ഒറ്റ മറുപടി പറഞ്ഞാൽ പുരുഷാരത്തിനോ പുരോഹിതന്മാർക്കോ രാജാക്കന്മാർക്കോ മറുപടിയില്ല. എല്ലാവരും മനസ്സാക്ഷിയുടെ ആക്ഷേപ നിമിത്തം ഓരോരുത്തർ താൻ്റെ വഴിക്ക് പോകും. യേശു ക്രൂശിൽ മരിക്കുകയില്ലായിരുന്നു. താൻ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. അത്രത്തോളം വാക്കുകളുടെ ഉടമസ്ഥനായിരുന്നു നമ്മുടെ കർത്താവ്. ഒരു വാക്ക് പറഞ്ഞാൽ മതി. യേശു ചോദിക്കുന്ന ഒറ്റ വാക്കിന് ആരും മറുപടി പറയാതെ തല കുനിച്ച് വിട്ടുപോകുമായിരുന്നു. എന്നാൽ അത് പറയാതിരിക്കാനാണ് യേശു കൂടുതൽ ശ്രമിച്ചത്. മറുപടി ഇല്ലാഞ്ഞിട്ടല്ല യേശു മൗനമായി നിന്നത്. യേശു ഉണ്ടാക്കിയ ഈ ഭൂമിയിൽ, യേശു ഉണ്ടാക്കിയ മണ്ണിൽ നിന്നുകൊണ്ട് യേശുവിനെ എന്തും പറയാമായിരുന്നു. എന്നാൽ അവൻ താഴ്ചയിൽ ന്യായം ലഭിക്കാത്തവനെ പോലെ, ഒരു കുറ്റവാളിയെ പോലെ അവിടെ നിന്നു. പറയാനില്ലാഞ്ഞിട്ടല്ല, ഒരു ചോദ്യത്തിന് പോലും ഈ ജനത്തിന്, പാപികളായ മനുഷ്യർക്ക് യേശുവിൻ്റെ നേരെ നിന്ന് മറുപടി പറയാനുള്ള ശേഷിയില്ലായിരുന്നു. ഇതുകൊണ്ട് തന്നെ യേശു അവരോട് മറുപടി പറഞ്ഞില്ല. മാത്രമല്ല, യേശു നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്ന ജനത്തിൻ്റെ മുൻപിൽ ആ വാക്ക് പറയാൻ തല ഉയർത്തിയിട്ട് വീണ്ടും യേശു നിലത്ത് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നുവെന്ന്. കാരണം യേശു തല ഉയർത്തി നോക്കിയാൽ ആർക്കും പോകാൻ കഴിയില്ല. യേശു തല കുനിച്ചു. യേശുവിൻ്റെ മുൻപിൽ നിന്ന് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ കഴിയില്ല. അതുകൊണ്ട് യേശു തല താഴ്ത്തി. യേശു മൗനമായി. ഇതെല്ലാം വിലപ്പെട്ട വാക്കുകളാണ്. രോമം കത്തിരിക്കുന്നവരുടെ നടുവിൽ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെ യേശു ആയിരുന്നു. എന്തിന്? നാം പാടുവാൻ, നാം സ്തുതിക്കുവാൻ, നാം ആഘോഷിക്കുവാൻ, നാം ആർപ്പിടുവാൻ, നാം സന്തോഷിക്കുവാൻ, എൻ്റെ നിങ്ങളുടെ വാചാലമാകാൻ, യഹോവയ്ക്ക് പുതിയ പാട്ട് പാടുവാൻ അവൻ നമുക്ക് വേണ്ടി മൗനനായി നിന്നു. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ അറിയണം, യേശു നമുക്ക് വേണ്ടി വാ തുറക്കാതിരുന്നു. യേശു വാ തുറന്നാൽ ആർക്കും മറുപടിയില്ലാതെ പോകും, ക്രൂശില്ലാതെ പോകും. ക്രൂശിനെ സ്വീകരിക്കാൻ വന്നവൻ മൗനമായി നിന്ന് ക്രൂശിലേക്ക് നടന്നു കയറി. ഒടുവിൽ ക്രൂശിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിവർത്തിയായി. ഇതിനാണ് ഞാൻ മൗനമായി നിന്നത്. ഈ ഒരു സമയത്തിന് വേണ്ടിയാണ് ഞാൻ മൗനമായത്. എനിക്ക് ക്രൂശിൽ കയറിയേ മതിയാവൂ, ആണികളാൽ അടിക്കപ്പെട്ടേ മതിയാകൂ, ക്രൂശിക്കപ്പെട്ടേ മതിയാകൂ, ദേഹം ഉഴുവുചാല് പോലെ കീറിയേ മതിയാവൂ, മാനവജാതിക്ക് വേണ്ടതെല്ലാം നിവർത്തിയാക്കിയേ മതിയാവൂ, ഞാൻ മൗനമായേ തീരൂ. അതിനുവേണ്ടി ഗദസമന തോട്ടത്തിൽ യേശു പ്രാർത്ഥിച്ചു, മൗനമായി ഇരിക്കാനുള്ള ശക്തിക്കായി. ഈ ദിവസങ്ങൾ നമ്മുടെ വീടുകളിൽ
നടക്കുന്ന പല വഴക്കിൻ്റെയും കാര്യം വാ തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദപ്രതിവാദങ്ങളാണ്. മൗനമാകാനുള്ള ശക്തി നമ്മുടെ പ്രാർത്ഥനകളുടെ ഗതശമനകളിൽ നടക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന വേളകളിൽ ദൈവം മൗനമായിരിക്കാനുള്ള ശേഷി നമുക്ക് നൽകും. എല്ലാ അസ്ഥാനത്തും സ്ഥാനത്തും ഉപയോഗിക്കുന്ന വാക്കുകൾ, ചിലർ വെളിയിൽ മൗനം പാലിക്കുന്നവരെ വീട്ടിൽ വാചാലരാകാറുണ്ട്. അതൊരു പിശാചിൻ്റെ പ്രവൃത്തിയാണ്. ആവശ്യത്തിന് വാ തുറക്കണം, എന്നാൽ അനാവശ്യമായി വാ തുറക്കരുത്. യേശുവിലേക്ക് നോക്ക്, യേശുവിൽ ആശ്രയിക്ക്. ഒരു വലിയ ജയം നമുക്കുണ്ട്. അവൻ മൗനമായിരുന്നത് നമ്മെ വാചാലരാക്കാൻ, സ്തോത്രം പാടുന്നവരാക്കാൻ, സാക്ഷിയാക്കാൻ, ഭൂമിയുടെ അറ്റത്തോളം യേശുവിൻ്റെ ശ്രുതിയെ പരത്തുവാൻ. ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടും എല്ലായിടത്തും അവർ പ്രസിദ്ധമാക്കിയെന്ന് വായിക്കുന്ന പോലെ നമുക്ക് അടക്കി വെക്കാൻ കഴിയാത്ത വലിയൊരു സന്തോഷത്തെ അവൻ നമ്മുടെ ജീവിതത്തിൽ തരുവാൻ ക്രൂശിൽ താൻ മൗനനായിരുന്നു. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഈ വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്കും ഈ വചനത്തിൻ്റെ ആഴമേറിയ വെളിപ്പാടുകളിൽ ജീവിച്ച് നന്ദി പറയാൻ കൃപ കൊടുക്കണം. കർത്താവേ, ശാന്തമായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. മൗനതയിലിരിപ്പാൻ, കുടുംബ വഴക്കുകളിൽ നിന്ന് പുറത്തു വരുവാൻ, വാദപ്രതിവാദങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ, ന്യായമുള്ളപ്പോഴും ന്യായം കിട്ടിയില്ലെങ്കിലും സാരമില്ല, മൗനമായിരിക്കാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. എവിടെ പോയാലും ശാന്തമായി മൗനമായിരിക്കാൻ ഞങ്ങളെ ശക്തീകരിക്കണം. കുടുംബ വഴക്കുകൾ മാറിപ്പോകട്ടെ, കുടുംബ ലഹളകൾ, ബഹളങ്ങൾ മാറിപ്പോകട്ടെ, എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോകട്ടെ. മക്കളെ അനുഗ്രഹിക്കണം. സമാധാനത്തിൻ്റെ ദൈവമേ, ഓരോ കുടുംബങ്ങളിൽ അങ്ങയുടെ നിറവും കൃപയും പകരണം. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു കർത്താവിൻ്റെ ശക്തിയും കൃപയും നമ്മളുടെ മേൽ പകരട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.